നമ്മുടെ പെൺകുട്ടികളെയൊക്കെ നമ്മൾ കല്യാണം കഴിച്ച് വിടുമ്പോൾ സാധാരണയായിട്ട് ഈ അച്ഛന്മാർക്ക് നല്ല വിഷമമുണ്ടാവും. അതായത് ചില അച്ഛന്മാർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അതെന്താന്ന് വെച്ചാൽ ഒരു രാജകുമാരിയെ പോലെ ആയിരിക്കും ഈ അച്ഛൻ ഈ മകളെ വളർത്തിയിരിക്കുന്നത്. കാരണം എപ്പോഴും അവൾ പറയുന്ന എന്ത് കാര്യമാണെങ്കിലും സാധിച്ചു കൊടുത്തും എല്ലാം നല്ല നല്ല സന്തോഷത്തിൽ അവളെ വളർത്തും. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അച്ഛന് ഭയങ്കര വിഷമായിരിക്കും. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ രാജകുമാരിനെ ഇതുപോലെ സ്നേഹിച്ച് വളർത്തിയപ്പോൾ ചിലപ്പോൾ ചെല്ലുന്ന വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അവൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അവള് തിരിച്ചു വന്നിട്ട് അമ്മയോട് പറയുന്നതിലും കൂടുതൽ അച്ഛനോട് പറയും വിഷമങ്ങൾ. അച്ഛാ ഇങ്ങനെയാണ്, അച്ഛാ അങ്ങനെയാണ്, അച്ഛാ അവരിങ്ങനെ പറഞ്ഞു, അച്ഛാ നമ്മുടെ വീട്ടുകാരെ കുറിച്ച്, നമ്മുടെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും. പറഞ്ഞു കഴിയുമ്പോൾ ഈ അച്ഛനൊരു ബോധോദയം ഉണ്ടാവും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ അമ്മേനെ രാജകുമാരിയെ പോലെ വളർത്തിയ ഒരു വീട്ടുകാരുണ്ടായിരുന്നു എന്നും ആ അമ്മയുടെ വീട്ടുകാരോട് ഞാൻ പെരുമാറിയതിൽ ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ കാരണം അവരോട് ആ നല്ല പ്രായത്തെ അച്ഛൻ അതൊന്നും ഒരു തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അച്ഛൻ ആ, നല്ല രീതിയിൽ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയും. പിന്നെ അമ്മയോടാണെങ്കിലും ഈ അമ്മയുടെ വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ ദേഷ്യം വരുമ്പോ നിന്റെ വീട്ടിൽ ചെന്ന് പറ, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർ ഇങ്ങനെയല്ല എന്നോട് പെരുമാറി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മകളുടെ ജീവിതത്തിൽ വന്നപ്പോൾ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അച്ഛൻ ചെയ്ത കുറേ തെറ്റുകളാണ്. ആ തെറ്റുകളെ ഒരു കുറ്റബോധം തോന്നും ചില അച്ഛന്മാർക്കൊക്കെ. കാരണം ഞാൻ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് അങ്ങനെ തോന്നിയ അച്ഛന്മാരൊക്കെ ഉണ്ടാകും. ശരിയല്ലേ?